ഹലോ, ഇന്നൊരു ഹോം റീഫ്രഷിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ റിഫ്രഷിംഗ് എന്ന് പറയാൻ കാരണം നമ്മൾ ഉള്ള ലുക്കിനെ കുറച്ചൊന്ന് ഒരു എൻഹാൻസ്ഡ് വേയിൽ ചെയ്യുകയാണ്, അല്ലാതെ ഒരു മേക്ക് ഓവർ അല്ല ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ക്ലീനിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ക്ലീനിങ്ങും ഡസ്റ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് കേർട്ടൻ്റെ റീപ്ലേസ് ആണ്. അപ്പോൾ കേർട്ടനും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഏരിയ നല്ലോണം ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. കേർട്ടൻ്റെ ഏരിയ, അതുപോലെ കേർട്ടൻ എന്ന് പറയുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കേർട്ടൻസൊക്കെ ടൈം ടു ടൈം എടുത്ത് വാഷ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കേർട്ടൻ സെറ്റ് ചെയ്യുന്നത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 2 കേർട്ടൻ കളേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ സെൻറ്റർ പോർഷനിൽ മാക്സിമം ഏരിയ നമ്മൾ വൈറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോം റിഫ്രഷിൽ ഫസ്റ്റിൽ നമ്മൾ ലിവിങ് റൂമിലാണ് കേട്ടോ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ടേബിളാണ്. അപ്പോൾ ഈ ഒരു ടേബിളാണ് നമ്മളിവിടെ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടേബിൾ ഷീറ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഏരിയ എപ്പോഴും ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ടേബിൾ മാറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീയൂസ്ഡ് മെത്തേഡാണ് നമ്മളെപ്പോഴും ടേബിൾ മാറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ദുപ്പട്ടാസ്, അതുപോലെ പഴയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടേബിൾ മാറ്റാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു കാര്യം മാത്രം ട്രൈ ചെയ്യുക, ആ ഒരു വിരിക്കുന്ന സ്റ്റൈല് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഫർണിച്ചേഴ്സ് എല്ലാം ഞാനൊന്ന് ഡസ്റ്റ് ഫ്രീ ആക്കി നീറ്റാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിം ലുക്കിൽ വരുന്നൊരു ഷീറ്റാണ് ഞാനിത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നൊരു റണ്ണറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിൽ കളറിലുള്ള ഷീറ്റ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ വിരിച്ചു കൊടുക്കുന്ന റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് എനിക്ക് എൻഹാൻസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും, അതുപോലെ ചെറിയ പ്ലേസൊക്കെ ആണെങ്കിൽ ഒരുപാട് മൾട്ടി കളേഴ്സ് ബോൾഡായിട്ട് നിൽക്കാതിരിക്കാൻ കൂടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ 2 കുഷൻ കവേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റണ്ണറിൻ്റെ സെയിം ബേസ് കളർ വരുന്ന കുഷൻ കവേഴ്സാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്ന കളേഴ്സെല്ലാം നമുക്കൊരു സറ്റിൽ ലുക്ക് കൊടുത്തിട്ട് ഈ ഒരു പ്രിൻ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളൊരു ഗ്രീനറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഫേക്ക് ലീവ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഫ്ലവർ വേസും കൂടെ ഇവിടെ ടേബിളിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു നാരോ വേസിലേക്ക് ഇങ്ങനെയുള്ള ഹൈറ്റിൽ വരുന്നൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഒരു പ്ലേസിന് ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ബിഫോർ തന്നെയാണ് നമുക്ക് TV യൂണിറ്റൊക്കെ വരുന്നത്. അതുപോലെ നമ്മൾ കോർണറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫേക്ക് ലീവ്സും ഇതും തമ്മിൽ രണ്ടും കൂടെ വരുമ്പോൾ നല്ല ക്ലട്ടേഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീപ്ലേസ് ആയിട്ട് നമ്മളിവിടെ ഒരു ലൈവ് പ്ലാന്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷോർട്ടായിട്ടുള്ള ബുഷി ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ഈ ഒരു പ്ലേസിന് ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈറ്റും പിന്നെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേസിന് ആപ്റ്റായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഫ്ലവർ വേസും ഫ്ലവേഴ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ മിനിമലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റിമോട്ട് സ്റ്റാൻഡ് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഫുൾ അട്രാക്ഷൻ ആ ഒരു
ബ്ലാക്ക് കളറിലേക്ക് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മാച്ചാവാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലിവിങ് റൂമിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു സൈഡ് ടേബിളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഫങ്ഷണലായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ബാസ്ക്കറ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് നോർമലി ഈ ഒരു പ്ലേസ് യൂസ് ചെയ്യാൽ. അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ റിമോട്ടും പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വേസും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലേസിലേക്ക് ഓക്കെയാണ്, കാരണം ഇത് വേറൊരു ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാത്തൊരു കോർണറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ലെങ്തി ആയിട്ട് വരുന്ന വേസും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ വൈഡായിട്ടുള്ള പ്ലേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ടൊരു ടീപ്പോയിൽ വരെ പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഡൈനിങ് ടേബിൾ ആയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള വൈഡ് പ്ലേസിൽ നമുക്ക് ആപ്റ്റാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെക്കർ പീസ് ഒരിക്കലും ക്ലട്ടർ ആവാതിരിക്കാനും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെത് ക്വാർട്ടേഴ്സാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സീറ്റിംഗ് ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വന്നാൽ ആരെങ്കിലും വന്നാൽ യൂസ് ചെയ്യാനും, അതുപോലെ ഡേ ടൈമിൽ നമുക്കിതൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാവിലെ സമയത്തൊക്കെ ഇതൊരു ബെഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ആപ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഷൻസാണ് ഇതിലേക്ക് എപ്പോഴും ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലിവിങ് റൂമിൽ ഇട്ടിരിക്കുന്ന കോട്ടിലേക്കൊക്കെ കുഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ 2 കുഷനും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനതിൻ്റെ ഷീറ്റ് വന്നിട്ട് ഫുൾ വൈറ്റ് കളറിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ മാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിത് നമ്മുടെ ഡോറിൻ്റെ കോർണറിൽ നമ്മൾ ഈ ഒരു ലൈവ് പ്ലാന്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഗ്രീനറി ലുക്കാണ് ആ ഒരു കോർണറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ലിവിങ് റൂമിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഒന്ന് റീഓർഗനൈസേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോം റിഫ്രഷ്മെൻറ്റിന് നല്ലൊരു പങ്ക് ഈ ഒരു ഫാബ്രിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്കാണോ ഈ ഒരു ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വീടിന് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ്, കർട്ടൻസ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ നമ്മൾ പില്ലോയുടെ അടിയിലൊരു ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പഴയ പില്ലോ കേസ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ മുകളിൽ യൂസ് ചെയ്യുന്ന പില്ലോ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മന്ത്ലി വൺസ് എടുത്തിട്ട് വാഷ് ചെയ്താൽ തന്നെ മതിയാകും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മൾട്ടിപ്പിൾ പില്ലോസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കുഷൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി വന്നിട്ട് നമുക്കിതിലേക്ക് റണ്ണർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഫുള്ളൊരു സെയിം പ്രിൻറ്റിൽ വരുന്നൊരു ബെഡ്ഷീറ്റ് കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാനത് ഒരു ഈവൻ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് അത് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പെരുന്നാൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് വീടൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.